ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാൽ രാജ്യം വിട്ടു. ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നുവെന്നാണ് സൂചന. പോലീസിന്റെ സഹായം പ്രതിക്ക് കിട്ടിയെന്ന ആരോപണം ശക്തമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പ്രതി രക്ഷപ്പെടാൻ കാരണമായതെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. വിമർശനം ശക്തമാകുന്നതിനിടെ മുഖം രക്ഷിക്കൽ നടപടി പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കൃത്യവിലോപത്തിന് പന്തീരാങ്കാവ് SHO AS സരിനെ സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്ന ഉത്തരമേഖല IG ചൂണ്ടിക്കാട്ടി. കേസ് അന്വേഷണത്തിന് പുതിയ സംഘത്തെ ചുമതലപ്പെടുത്തി. മർദ്ദനം നേരിട്ട പെൺകുട്ടിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ രാജ്യം വിട്ടുകഴിഞ്ഞു. ഒരു കാര്യം വ്യക്തം, രാഹുലിന് രാജ്യം വിടാനായത് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടും വരെ പോലീസ് അനങ്ങാപ്പാറ നയത്തിലായിരുന്നു എന്നതും വ്യക്തം. മർദ്ദനമേറ്റെന്ന പരാതിയുമായി യുവതിയും കുടുംബവും പന്തീരാങ്കാവ് സ്റ്റേഷനിലെത്തിയത് ഈ മാസം 12-ന്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതോടെ യുവതി ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. യുവതിയുടെ നെറ്റിയിലും കഴുത്തിലും ചുണ്ടിലും പരുക്കുകളുണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും ഡോക്ടറുടെ കുറിപ്പടി. രാഹുൽ പി ഗോപാലിനെതിരെ നടപടിയെടുക്കേണ്ട SHO AS സരിൻ യുവതിയെയും കുടുംബത്തെയും ഉപദേശിക്കാനാണ് സമയം കളഞ്ഞത്. വധശ്രമക്കുറ്റം ചുമത്തി കേസെടുക്കാനും വൈകി. അവസരം മുതലാക്കി പ്രതി രാഹുൽ പി ഗോപാൽ ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നു. വിമർശനം ശക്തമായതോടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി. SHO AS സരിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരമേഖല IG K സേതുരാമൻ ഉത്തരവിറക്കി. AS സരിന്റെ ഭാഗത്തുനിന്ന് പോലീസിന് ചേരാത്ത നടപടിയാണുണ്ടായതെന്ന് ഉത്തരവിൽ പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് സസ്പെൻഷൻ. നടപടി സ്വാഗതം ചെയ്ത് യുവതിയുടെ പിതാവ്. കുറ്റം ചെയ്ത ആരായാലും അത് ശിക്ഷിക്കപ്പെടണം. മുഖ്യമന്ത്രിക്ക് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ കോഴിക്കോട് ACPയും അതിൽ നല്ല രീതിയിൽ ഇടപെട്ടതിന്റെ ഫലമായി അങ്ങനെ ചെയ്തതിൽ സന്തോഷമുണ്ട്. അത് മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി അതൊരു പാഠമായിരിക്കണം. കുടുംബം നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു. ഫറോക്ക് ACP സാജു K എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. യുവതിയുടെ മൊഴി സംഘം വീട്ടിലെത്തി രേഖപ്പെടുത്തി. രാഹുലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. വിഷയത്തിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ DGPയോട് ആവശ്യപ്പെട്ടു. പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവയ്ക്കുന്നതാണ് പന്തീരങ്കാവ് SHOയ്ക്ക് ലഭിച്ച സസ്പെൻഷൻ. പ്രതിയായ രാഹുൽ ഇത്ര എളുപ്പം എങ്ങനെ സിംഗപ്പൂരിലേക്ക് കടന്നു എന്നതാണ് ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യം. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടത്തിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് 24. പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാൽ വിവാഹ തട്ടിപ്പ് വീരനെന്ന് സൂചന. കഴിഞ്ഞ വർഷം മറ്റൊരു യുവതിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ തെളിവുകൾ പുറത്തുവന്നു. യുവതി പോലീസിൽ പരാതി നൽകി. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയുമായുള്ള വിവാഹം കഴിഞ്ഞ വർഷമാണ് രാഹുൽ പി ഗോപാൽ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ മെയ് 5-ന് വിവാഹം നടത്താമെന്ന ധാരണയിലായിരുന്നു രജിസ്റ്റർ വിവാഹം. സ്ത്രീധനം ആവശ്യപ്പെട്ട സമ്മർദ്ദം ചൊലുത്തിയതോടെ യുവതി വിവാഹമോചനം തേടി. വിവാഹമോചന നടപടികൾ കോടതിയിൽ പുരോഗമിക്കവെയാണ് പറവൂരിലെ പെൺകുട്ടിയുമായുള്ള രാഹുലിന്റെ വിവാഹം. ഇക്കാര്യം മറച്ചുവെച്ചെന്ന പറവൂരിലെ പെൺകുട്ടിയുടെ കുടുംബം. ഈ കല്യാണത്തിന് ശേഷമാണ് 2 എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ എൻഗേജ്മെന്റ് രണ്ടും അത് പിന്നീട് ഈ പെണ്ണിന്റെ ആളുകൾ അന്വേഷിച്ചപ്പോൾ ഇവൻ ഒരു ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതൊഴിഞ്ഞത് എന്നാണ്. ഇപ്പൊ ഇന്നലെ കോട്ടയത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അത് ചാനലിന്റെ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായിരുന്നു ഈ പെൺകുട്ടി. അപ്പോൾ അത് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. പക്ഷെ അത് പിന്നീട് അത് അന്വേഷിച്ചപ്പോൾ ഇയാളൊരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് ഒഴിവാകുകയാണ് ചെയ്തത്. എറണാകുളം സ്വദേശിനിയും രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി. ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകി രാഹുൽ കബളിപ്പിച്ചെന്നാണ് ആരോപണം. രേഖാമൂലം പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എറണാകുളത്തെ യുവതി. നിയമപരമായി വിവാഹമോചനം നേടാതെയുള്ള 2ാം വിവാഹം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഗുരുതര കുറ്റകൃത്യമാണ്. 24 കൊച്ചി.
പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടിയോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന പ്രതി രാഹുൽ പി ഗോപാലിന്റെ മാതാവ്. രാഹുൽ ഇതിനു മുൻപ് വിവാഹിതനായിരുന്ന കാര്യം പെൺകുട്ടിയെയും കുടുംബത്തെയും അറിയിച്ചിരുന്നു. അതേസമയം രാഹുലിന്റെ മാതാവിനെ തള്ളി പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. പോലീസ് നടപടിയെ വനിതാ കമ്മീഷൻ വിമർശിച്ചു. പന്തീരാങ്കാവിൽ ഭർത്തൃവീട്ടിൽ നേരിട്ട കൊടും ക്രൂരതകൾ പെൺകുട്ടിയും കുടുംബവും വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് കേസിലെ പ്രതിയായ രാഹുലിന്റെ മാതാവിന്റെ പ്രതികരണം. പെൺകുട്ടിയോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല. രാഹുൽ ഇതിനു മുൻപ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്ന കാര്യം പെൺകുട്ടിക്കും വീട്ടുകാർക്കും അറിയാമായിരുന്നുവെന്നും മാതാവ് പറയുന്നു. മോന് കല്യാണമായിട്ട് കഴിച്ചത് ഈ കുട്ടീനെയാണ്. കോട്ടയത്തുനിന്ന് നിശ്ചയം കഴിഞ്ഞതാണ്. ഈ രണ്ട് കാര്യം അമ്മയ്ക്കറിയാം. രാഹുലിന്റെ മാതാവ് പറയുന്നതെല്ലാം പച്ചക്കള്ളമെന്ന് പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. രാഹുൽ മുൻപ് വിവാഹം കഴിച്ചിരുന്ന കാര്യം അറിയാമായിരുന്നുവെങ്കിൽ തന്റെ മകളുമായുള്ള വിവാഹം നടത്തില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ 2 എൻഗേജ്മെന്റ് നടന്നതാണെന്നും പിന്നീട് ആ കുട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നും ഒക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. കേസിൽ പന്തീരാങ്കാവ് പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് വനിതാ കമ്മീഷനും രംഗത്തെത്തി. ഭർത്താവുമായിട്ട് ഒത്തുപോകണം, രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. രാഹുലിന്റെ മാതാവിനും സഹോദരിക്കുമെതിരെയും കേസെടുക്കണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം. രാഹുൽ കോഴിക്കോട് തന്നെയുണ്ടെന്നും കോടതിയിൽ ഹാജരാകുമെന്നും മാതാവ് ഉഷ വ്യക്തമാക്കി. രാഹുലിന്റെ അമ്മയ്ക്കെതിരെയും നടപടി വേണമെന്നാണ് പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. പരാതിയുമായി സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാനല്ല പോലീസ് ശ്രമിച്ചത്, പകരം പ്രതിയെ സംരക്ഷിക്കാനായിരുന്നുവെന്നും ആരോപണമുണ്ട്. വിനീത VG 24 കൊച്ചി. രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പ്രാവർത്തികമായി. ഭേദഗതി ചെയ്ത നിയമപ്രകാരം 300 പേർക്ക് പൗരത്വം നൽകിയതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. 14 പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക നീക്കം. 2024 പൗരത്വ ഭേദഗതി ചട്ടങ്ങളുടെ വിജ്ഞാപനത്തിന് ശേഷമുള്ള ആദ്യ സെറ്റ് പൗരത്വ സർട്ടിഫിക്കറ്റുകളാണ് ഇന്ന് വിതരണം ചെയ്തത്. പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥികൾക്കാണ് പൗരത്വം നൽകിയതെന്നാണ് സൂചന. ജില്ലാതല സമിതികൾ സംസ്ഥാന എംപവേർഡ് സമിതിക്ക് കൈമാറിയ പൗരത്വ അപേക്ഷയിൽ കേന്ദ്ര എംപവേർഡ് സമിതിയാണ് തീരുമാനമെടുത്തത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജില്ലാ സംസ്ഥാന സമിതികൾ രൂപീകരിക്കാത്തതിനാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് പൗരത്വം നൽകിയതെന്നാണ് വിവരം. 300 പേർക്ക് ഇതിനകം പൗരത്വം നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാർച്ച് 11 പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കിയതിന് പിന്നാലെ പൗരത്വാപേക്ഷ നൽകുന്നതിനായി ആപ്പും സജ്ജമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ അവസാന 3 ഘട്ടങ്ങൾ നടക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് റാലിയിൽ വീണ്ടും വിവാദ പരാമർശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് വിഹിതത്തിന്റെ 15% ന്യൂനപക്ഷങ്ങൾക്ക് നീക്കിവെക്കാനും സംവരണ മുസ്ലിങ്ങൾക്ക് മാത്രമാക്കാനുമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്ന് നരേന്ദ്രമോദി ആരോപിച്ചു. മഹാരാഷ്ട്രയിലെ ദിൻഡോരിയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ ഉള്ളി കർഷകർ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി. കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ തുടർച്ചയാണ് മഹാരാഷ്ട്രയിലെ റാലിയിലും മോദി നടത്തിയത്. മതം നോക്കി ബജറ്റിൽ പണം നീക്കിവെക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. SC/ST, OBC വിഭാഗങ്ങൾക്കുള്ള സംവരണം എടുത്തുമാറ്റി മുസ്ലിങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കോൺഗ്രസ് उस समय चाहती थी कि देश के सारे बजट का 15% सिर्फ मुसलमानों पर खर्च हो. तब भाजपा के जबरदस्त विरोध के बाद ये कामयाब नहीं हो पाए थे. മുംബൈയിലെ റോഡ് ഷോ അടക്കം മഹാരാഷ്ട്രയിൽ ഇന്ന് വിപുലമായ പ്രചാരണമാണ് മോദി നടത്തിയത്. എന്നാൽ മഹാരാഷ്ട്രയിലെ ദീൻദോരിയിൽ മോദിക്ക് പ്രതിഷേധം നേരിടേണ്ടി വന്നത് ക്ഷീണമായി. ഉള്ളിക്കർഷകരാണ് മോദിയുടെ പ്രസംഗത്തിനിടെ സദസ്സിൽ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കിയത്. ഉള്ളി കയറ്റുമതി വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രസംഗം ഇടയ്ക്ക് തടസ്സപ്പെട്ടതിന്റെ ദേഷ്യം മോദിയുടെ മുഖത്ത് വ്യക്തമായിരുന്നു. പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതോടെ ജയ് ശ്രീറാം മുഴക്കി മോദി പ്രസംഗം തുടരുകയായിരുന്നു. 24 മുംബൈ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 200 സീറ്റ് പോലും തികയ്ക്കില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ജൂൺ 4-ന് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം ഇന്ത്യ മുന്നണിക്ക് പുറത്തുനിന്നുള്ള പിന്തുണ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് നൽകുന്നതെന്ന് മമതാ ബാനർജി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. സഖ്യകക്ഷികളുടെ പ്രകടന പത്രിക സംയോജിപ്പിച്ച് പൊതു മിനിമം പരിപാടി തയ്യാറാക്കും. സൗജന്യ റേഷൻ 10 കിലോയായി ഉയർത്തുമെന്നും ഖർഗെ പറഞ്ഞു. मैं विश्वास के साथ कह सकता हूं 4 जून को इंडिया गठबंधन नई सरकार बनाने जा रही है. 4ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ BJPയുടെ നുണപ്രചാരണങ്ങൾ ഉച്ചസ്ഥായിയിലെത്തിയെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. भारतीय जनता पार्टी का रथ फंस नहीं गया है, धस गया है और इसीलिए उनकी भाषा बदली है. जो उन्हें अपने काम पर वोट मांगना था. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലെന്ന് മമതാ ബാനർജി വ്യക്തമാക്കി. കോൺഗ്രസ് ബംഗാൾ ഘടകത്തെയും CPIM-നെയും സഖ്യകക്ഷികളായി കാണാൻ കഴിയില്ല. എന്നാൽ പ്രതിപക്ഷ സഖ്യം അധികാരത്തിലെത്തിയാൽ പുറത്തുനിന്ന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും മമതാ ബാനർജി പറഞ്ഞു. 24 ഡൽഹി. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ഗുണ്ടകളെ തിരക്കിയിറങ്ങി പോലീസ്. ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗുണ്ടകളെ പിടികൂടാൻ ഓപ്പറേഷൻ ആഗ് വീണ്ടും ആരംഭിച്ചു. ക്രിമിനലുകളെയും ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവരെയും കണ്ടെത്താൻ ഇന്ന് പുലർച്ചെ മുതൽ സംസ്ഥാന വ്യാപകമായി പരിശോധന തുടങ്ങി. സംസ്ഥാനം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. തലസ്ഥാന നഗരത്തിലെ കരമനയിൽ പട്ടാപ്പകൽ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം. എറണാകുളത്ത് 1.5 ആഴ്ചക്കിടെ നടന്ന 7ഓളം അക്രമ സംഭവങ്ങൾ. പോലീസ് വീഴ്ചയെന്ന് പ്രതിപക്ഷം ആക്ഷേപമുയർത്തിയതോടെയാണ് ഗുണ്ടകളെ പിടിച്ചുകെട്ടാൻ പോലീസ് പരിശോധന ആരംഭിച്ചത്. പുലർച്ചെ 5 മണി മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പരിശോധന ആരംഭിച്ചു. കാപ്പ ചുമത്തി നാടുകടത്തിയിട്ടും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നടക്കുന്നവർ, ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തവർ, ഇവരെയൊക്കെ കണ്ടെത്തുകയാണ് പോലീസ് ലക്ഷ്യം. കൂടാതെ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. തിരുവനന്തപുരത്ത് നടത്തിയ പരിശോധനയിൽ കാപ്പ ചുമത്തി നാടുകടത്തിയ ഗുണ്ടാ നേതാവിനെ നേമത്തു നിന്നും പിടികൂടി. ഈ ആന്റി സോഷ്യൽസ് ഗുണ്ടാസിന്റെ എതിരെ ഒരു കൺസേർട്ടഡ് ആക്ഷൻ ഉണ്ടാവണമെന്ന ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ 6 മണി തൊട്ട് ഈ ആന്റി സോഷ്യൽസിന്റെ ചെക്കിങ്ങും അവരുടെ വീടുകളുടെ റെയ്ഡ് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ആവും. ഈ ആക്ഷൻ അടുത്ത 10 ദിവസത്തേക്ക് കണ്ടിന്യൂ ആവും. അതേസമയം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നാടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. പോലീസ് നോക്കുകുത്തിയാണ്. കാരണം വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ്. ആർക്കും പണമുണ്ടെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്താൽ ആരെയും കൊല്ലാനും ആരുടെയും കൈയും കാലും വെട്ടാനും ആരെയും വീട് കയറി ആക്രമിക്കാനും നടക്കും. 10 ദിവസം തുടർച്ചയായി പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ ഗുണ്ട ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ദിവസങ്ങളിൽ പരിശോധന നടത്തും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം വെള്ളറടയിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരെയും ഭർത്താവിനെയും മർദ്ദിച്ച സംഘത്തിലെയും 2 പേർ കൂടി പിടിയിലായി എന്ന വിവരം വരുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്നാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഒരാൾ കൂടി ഇനിയും പിടിയിലാകാനുണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഈ പിടിയിലായവർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഗുണ്ട കൊട്ടേഷൻ സംഘാംഗങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെവിടെയുണ്ട് എന്നതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് കന്യാകുമാരിയിൽ നിന്ന് ഈ 2 പേരെ, ഈ സംഘത്തിലെ 2 പേരെ വെള്ളറട പോലീസ് പിടികൂടിയത്. ഇവരെ ഇപ്പോൾ വെള്ളറട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നവർ നേരത്തെയും ഇതുമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണെന്നുള്ളതാണ്
പോലീസ് ഈ ഘട്ടത്തിൽ തരുന്ന വിവരം. എന്തായാലും രണ്ടുപേരെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഇന്നലെ രാത്രി തന്നെ വെള്ളറട പോലീസ് ഈ സംഘത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ഒരാളെ ഇന്നലെ പിടികൂടിയിരുന്നു. ഇനി ഈ സംഘത്തിലെ ഒരാളെ കൂടിയാണ് പിടികൂടാനുള്ളത്. കന്യാകുമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുന്നവരുടെയാണ് ഇവരുടെ ഈ ഒളിസങ്കേറ്റിൽ നിന്ന് പോലീസ് ഇവരെ പിടികൂടുന്നത്. വിശദമായി ഇവരെ ചോദ്യം ചെയ്യും. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ 17-കാരനെ പോലീസ് രാവിലെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. സംഘത്തിലെ 4-ാമനെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇന്നലെ രാത്രി 9:30-യോടെയാണ് ഈ വെള്ളറട സ്വദേശിയും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയുമായ സരിതയെയും അതുപോലെ തന്നെ ഭർത്താവ് രതീഷിനെയും ഈ ഗുണ്ടാ സംഘം വഴിയിൽ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഇത് ചോദിക്കാനെത്തിയ ചില ജീവനക്കാരെയും അതുപോലെ തന്നെ നാട്ടുകാർക്കും പരിക്കേറ്റിരുന്നു. ഒപ്പം ഒരു നാട്ടുകാരന്റെ വീട് കയറി ആക്രമിക്കുകയായി വീട് തല്ലി തകർക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഒരു പാസ്റ്റർക്ക് ഇവരുടെ വെട്ടേൽക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ ഗുണ്ടാ വിളയാട്ടമാണ് ഇന്നലെ വെള്ളറടയിൽ നടന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 4-ാമനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വിജയകുമാർ. ന്യൂസ് ക്ലിക്ക് കേസിൽ പ്രബീർ പുരകായസ്ഥ ജയിൽ മോചിതനായി. അറസ്റ്റും റിമാൻഡും സുപ്രീം കോടതി അസാധുവാക്കിയിരുന്നു. പ്രബീർ പുരകായസ്ഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം ഒരുക്കുകയാണ് സഹപ്രവർത്തകർ. സുപ്രീം കോടതി വിധിയിൽ ഏറെ ബഹുമാനമുണ്ടെന്നും നിയമ പോരാട്ടം തുടരുമെന്നും പ്രബീർ പുരകായസ്ഥ 24-നോട് പറഞ്ഞു. ജയിൽ മോചിതനായ പ്രബീർ പുരകായസ്ഥ ചേരുകയാണ് 24-നൊപ്പം. Sir, how do you react? It's too early for me to react. I've just come out. But yes, Supreme Court has given a judgment. All respect to the court, and we believe that we should continue the legal fight. What is your next step as the police has taken? We'll see. It's too early for me to say. What about the case framed by the police? Case will continue. എന്തായാലും തന്റെ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് പ്രബീർ പുരകായസ്ഥ വ്യക്തമാക്കിയിരിക്കുന്നത്. മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് ജയിൽ മോചിതനായ ശേഷം പ്രബീർ പുരകായസ്ഥ സൂചിപ്പിച്ചത്? അദ്ദേഹത്തിന്റെ UAPA പ്രകാരമുള്ള അറസ്റ്റും റിമാൻഡും ഇല്ലീഗലാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ എന്തായിരിക്കും തുടർ നീക്കങ്ങൾ, തുടർ നിയമ നടപടികൾ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് പ്രബീർ പുരകായസ്ഥ ഡൽഹിയിലെ രോഹിണി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. അദ്ദേഹം 7 മാസത്തോളമായി, കഴിഞ്ഞ ഒക്ടോബർ 3-നാണ് അദ്ദേഹം അറസ്റ്റിലാകുന്നത്. 7 മാസത്തോളമായി തടവിലായിരുന്നു. അതിനുശേഷം ജയിൽ മോചിതനായ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് നൽകിയത്. മുദ്രാവാക്യം വിളികളോടുകൂടി പൂമാലകൾ അണിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിൽ നിന്നും പുറത്തേക്ക് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്നത്. ഹ്രസ്വമായ പ്രതികരണമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം നടത്തിയത്. താനിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്നും ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രതികരിക്കുന്ന ഉചിതമല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും സുപ്രീം കോടതി വിധിയിൽ വലിയ ബഹുമാനമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ തന്റെ നിയമ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിന്റെ തുടർ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് അനുചിതം എന്ന നിലപാടാണ് അദ്ദേഹത്തിന്. എന്തായാലും തന്റെ നിയമ പോരാട്ടം തുടരുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പ്രബീർ പുരകായസ്ഥയെ UAPA ചുമത്തിക്കൊണ്ടുള്ള അറസ്റ്റും തുടർന്നുള്ള റിമാൻഡും നിയമവിരുദ്ധമാണ് എന്നാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി എന്നുള്ളത്. കാരണം ഈ അറസ്റ്റിന്റെ കാരണങ്ങൾ, ഏത് കേസിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല ഡൽഹി പോലീസ്. ഇതുകൂടാതെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് 24 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ FIR-ന്റെ പകർപ്പ് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോ നൽകാൻ പോലീസ് തയ്യാറായത്. ഇത്തരത്തിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജാമ്യത്തിന്റെ വ്യവസ്ഥകൾ കീഴ്ക്കോടതി നിശ്ചയിക്കും എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അതേസമയം പോലീസ് ആകട്ടെ തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ, ഇതിലെ പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ വിശദീകരിക്കാനാണ് ശ്രമിച്ചത്. രാജ്യവിരുദ്ധമായ പ്രൊപ്പഗണ്ട ചൈനീസ് കമ്പനിയിൽ നിന്നും പണം വാങ്ങി അനധികൃതമായി നിക്ഷേപം സ്വീകരിച്ച് രാജ്യത്തിന് വിരുദ്ധമായ തരത്തിൽ പ്രചാരണം നടത്തിയെന്നത് അടക്കമുള്ള കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾ, അതിന്റെ നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് പ്രബീർ പുരകായസ്ഥ വ്യക്തമാക്കിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, നിയമ പോരാട്ടം തുടരുമെന്നാണ് പ്രബീർ പുരകായസ്ഥ 24-നോട് പറഞ്ഞത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് വീണ്ടും നിലവിളി.
കാസർഗോഡ് പടന്നക്കാട് 8 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നുവെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. മോഷണത്തിനൊപ്പം പ്രതി കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു. പുലർച്ചെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ നിലയിൽ സമീപത്തെ വയലിൽ നിന്നാണ് കണ്ടെത്തിയത്. പെൺകുട്ടി നിലവിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിലെ വീട്ടിൽ നിന്ന് പുലർച്ചെ 2:30യോടെയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. എന്നത്തെയും പോലെ മുത്തച്ഛനൊപ്പമാണ് കുട്ടി ഉറങ്ങിയത്. പുലർച്ചെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ തൊഴുത്തിലേക്ക് പോയ സമയത്താണ് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് വീടിന് 1 കിലോമീറ്റർ അകലെ ഞാണിക്കടവ് വയൽ പ്രദേശത്ത് കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു. 8 വയസ്സുകാരിയുടെ സ്വർണ്ണക്കമ്മൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ മുഖത്തും കഴുത്തിലും പരിക്കേറ്റിട്ടുമുണ്ട്. മുഖം മറച്ചെത്തിയ മലയാളം സംസാരിക്കുന്നയാളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കുട്ടി പറഞ്ഞിരുന്നുവെന്ന് രക്ഷപ്പെടുത്തിയ യുവതി. ഞാൻ വാതിൽ തുറന്നിട്ട് നോക്കുമ്പോൾ കുഞ്ഞാടി ഇരിക്കുന്നുണ്ട്. ഞാൻ വിളിച്ച് മോളെ ഇങ്ങോട്ട് ബാ. കുഞ്ഞ് ഓടി വന്നിട്ട് എന്നോട് സംഭവം എല്ലാം പറഞ്ഞ്. എന്നൊരു മാമന് മുഖം പൊത്തിയൊരു മാമൻ വന്നിട്ട് എന്നെ എടുത്തിട്ട് കൊണ്ടുപോയത്. എന്നെ കണ്ടത്തിലിട്ടിട്ട് എന്തെല്ലോ ചെയ്തിന്. എൻ്റെ കമ്മലെല്ലാം ഊരിയിട്ട് കൊണ്ടുപോയി. ഞാൻ വെള്ളമെല്ലാം കൊടുത്ത് ആ കുഞ്ഞിൻ്റെ അച്ഛനെ അവർ വിളിച്ചിട്ട് ആൾക്കാർ വന്നിട്ട് കുട്ടിയിട്ട് കൊണ്ടുപോയി. മുൻവശത്തെ വാതിലിലൂടെ എത്തിയ പ്രതി അടുക്കള വാതിലിലൂടെയാണ് കുട്ടിയെ കടത്തിയത്. ഞാൻ 2 മണിക്ക് സാധാരണ ഉറങ്ങിണിക്കലുണ്ട്. ഉറങ്ങിച്ചിട്ട് കാലിൽ വന്ന് ചാണകം വാരി വൃത്തിയാക്കി പശുവിനെ കറന്ന് പാലെല്ലാം കൊണ്ട് വെച്ചിട്ട് നമ്മൾക്ക് കുഞ്ഞിനെ കാണുന്നത്. അതായത് 3 മണി 3:30 സംഭവം നടന്നു. കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. പെൺകുട്ടി നിലവിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് 50 രൂപയുടെയും 10 രൂപയുടെയും നോട്ടുകൾ കണ്ടെടുത്തു. കുട്ടിയുടെ വീടിനെക്കുറിച്ച് അറിയാവുന്നയാൾ തന്നെയാണ് പ്രതിയെന്ന നിഗമനത്തിലാണ് പോലീസ്. 24 കാസർഗോഡ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട്. ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കടയിൽ കയറി കുത്തിക്കൊന്നു. ഫോർട്ട് കൊച്ചി സ്വദേശി ബിനോയ് സ്റ്റാൻലിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകം നടത്തിയ അത്തിപ്പൊഴി സ്വദേശി അലൻ ഓടി രക്ഷപ്പെട്ടു. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? വിജയകുമാർ, അല്പസമയം മുമ്പാണ് സംഭവം ഉണ്ടാകുന്നത്. ഫോർട്ട് കൊച്ചിയിൽ ഒരു കടയിൽ നിൽക്കുകയായിരുന്നു ഈ കൊല്ലപ്പെട്ട ഫോർട്ട് കൊച്ചി സ്വദേശിയായ ബിനോയ് സ്റ്റാലിനെ ഈ കടയിൽ കയറിയാണ് ബിനോയുടെ ഒരു പഴയ സുഹൃത്ത് ആണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തിപ്പുഴ സ്വദേശിയാണ് അലൻ ഈ കടയിൽ കയറിയാണ് കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ തമ്മിൽ ആദ്യഘട്ടത്തിലൊരു തർക്കമാണ് ഉണ്ടായത്. വാക്കുതർക്കം പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചാണ് അലൻ കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷം കിട്ടുന്ന പ്രാഥമിക വിവരം. എന്തായാലും സംഭവ സ്ഥലത്ത് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ബിനോയ് സ്റ്റാലിൻ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് നിലവിൽ പ്രാഥമികമായി കൈമാറുന്ന വിവരം. എന്തായാലും മൃതദേഹം കരുവേലിപ്പടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, എന്താണ് കൊലപാതകത്തിന്റെ കാരണം, എന്താണ് ഇവർ തമ്മിലുള്ള ഇടപാടുകൾ, വൈരാഗ്യത്തിന്റെ കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഒറ്റക്കുത്തിൽ തന്നെ ഈ ബിനോയ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വിജയകുമാർ. യെസ്, ഫോർട്ട് കൊച്ചി സ്വദേശി ബിനോയ് സ്റ്റാൻലിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകം നടത്തിയ അത്തിപ്പൊഴി സ്വദേശി അലൻ ഓടി രക്ഷപ്പെട്ടു. മുൻവൈരാഗ്യം എന്നും അതുപോലെ വാക്കുതർക്കമുണ്ടായി എന്നുമൊക്കെ പോലീസ് പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ള അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. ഇടുക്കി ഇരട്ടയാറിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 18-കാരിയുടെ മരണകാരണം കഴുത്തിൽ ബെൽറ്റ് മുറുകിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും പരിശോധനാ ഫലം ലഭിച്ച ശേഷമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ എന്നും പോലീസ് അറിയിച്ചു. മരിക്കുമെന്ന സൂചന നൽകി സുഹൃത്തിന് അയച്ച ഫോൺ സന്ദേശങ്ങൾ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. മരണകാരണം സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇന്നലെയാണ് പോക്സോ അതിജീവിത കൂടിയായ പെൺകുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്ന് കാണാതായ 14 വയസ്സുകാരൻ ആദിത്യനെ ചെന്നൈയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശി റീനു ആണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടിയെ തിരിച്ചറിഞ്ഞത്. റീനുവിനൊപ്പം കുട്ടി രാത്രി 1 മണിയോടെ കൊല്ലത്തെത്തും. കുട്ടിയുടെ ബന്ധുക്കളും കീഴ്വായ്പൂർ പോലീസും കൊല്ലത്തേക്ക് യാത്ര തിരിച്ചു. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് കുറിപ്പെഴുതി വെച്ച് ഇന്നലെയാണ് ആദിത്യൻ വീട് വിട്ടത്. പടരുന്ന ഭീതി. മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരിക്ക് അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു.
കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. 4 കുട്ടികൾ നിരീക്ഷണത്തിലുണ്ട്. വിദേശത്തു നിന്ന് മരുന്നെത്തിക്കാൻ ശ്രമം തുടങ്ങിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഈ മാസം 1-നാണ് മൂന്നിയൂർ സ്വദേശിയായ പെൺകുട്ടി സമീപത്തെ കടലുണ്ടി പുഴയിൽ കുളിക്കാനിറങ്ങിയത്. പിന്നാലെ പനിയും ജലദോഷവും അനുഭവപ്പെടുകയും ആരോഗ്യാവസ്ഥ മോശമാകുകയും ചെയ്തു. തിങ്കളാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. നട്ടലിൽ നിന്നും സ്രവം പരിശോധിച്ചപ്പോഴാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുള്ള കുട്ടിയുടെ ബന്ധുക്കളായ 4 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ട്. അവർ കുറിച്ച് തന്ന മരുന്നിൽ ഒരു മരുന്ന് കിട്ടാനില്ല. അത് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഞങ്ങളതായിട്ടുള്ള രീതിയിൽ ഞങ്ങളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററാണ്. അതുകൂടാതെ ഞങ്ങളെ ഫാമിലിയിൽപ്പെട്ട 4 പേര് ഇപ്പം ഇവിടെ അഡ്മിറ്റാണ്. അവരെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. മരുന്ന് ഇന്ത്യയിൽ ലഭ്യമല്ലാത്തതിനാൽ ജർമ്മനിയിൽ നിന്നുൾപ്പെടെ എത്തിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇതിനായി കേരളം കേന്ദ്രത്തിന്റെ സഹായം തേടി. അപ്പോൾ 5 വയസ്സുള്ള കുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ വെന്റിലേറ്ററിൽ ഉള്ളത്. ഇതിന്റെ പ്രശ്നം ഈ മെഡിസിൻ രാജ്യത്ത് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പിന്നെയുള്ള സാധ്യത മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അത് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ്. രോഗം പകർന്ന കടലുണ്ടി പുഴയിലെ 5 കടവുകളിൽ ഇറങ്ങരുതെന്ന് മൂന്നിയൂർ പഞ്ചായത്ത് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 24 കോഴിക്കോട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീണ്ടും എലിപ്പനി മരണം. മുട്ടക്കാട് സ്വദേശി രാജു ആണ് മരിച്ചത്. തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് അജീഷ്, ഈ എലിപ്പനി ബാധ സാധാരണ മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇത് നേരത്തെ തന്നെ അത്തരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? വിജയകുമാർ, എന്തായാലും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള പകർച്ച ഭീഷണി നിലനിൽക്കുന്ന സമയത്താണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ എലിപ്പനി ബാധിച്ച് 2ാമതൊരാൾ കൂടി മരിക്കുന്നത്. നെയ്യാറ്റിൻകര മുട്ടക്കാട് സ്വദേശിയായ രാജുവാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. അദ്ദേഹം കടുത്ത പനിയെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകിട്ടാണ് അന്ത്യം സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തിന്റെ രക്തപരിശോധനയിൽ എലിപ്പനിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പും നെയ്യാറ്റിൻകരയിൽ ഒരു എലിപ്പനി മരണം ഉണ്ടായിരുന്നു. കീഴാറൂർ സ്വദേശിയായ അനിലാണെന്ന് മരിച്ചത്. അദ്ദേഹം കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത്. ഈ 2ാമത് മരണം സ്ഥിരീകരിച്ചതോടുകൂടി ആരോഗ്യവകുപ്പ് ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ 2 ആഴ്ചക്കിടെ 2 എലിപ്പനി മരണം. ആ മേഖലയിൽ വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് ആരോഗ്യവകുപ്പ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ ഷെഡ്യൂളിൽ മാറ്റം. സിംഗപ്പൂർ യാത്ര വെട്ടിക്കുറച്ച് മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ ദുബായിലെത്തി. 20-ാം തീയതിയോടെ കേരളത്തിൽ തിരികെ എത്തുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തില്ല. മെയ് 8 മുതൽ 12 വരെ ഇന്തോനേഷ്യയിലും 12 മുതൽ 18 വരെ സിംഗപ്പൂരിലും 19 മുതൽ 21 വരെ ദുബായിലും സന്ദർശിക്കാനായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ സിംഗപ്പൂർ യാത്ര വെട്ടിക്കുറച്ച മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ദുബായിലെത്തി. അവിടെ നിന്നാണ് ഓൺലൈനായി മുഖ്യമന്ത്രി ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തത്. 20-ാം തീയതിയോടുകൂടി കേരളത്തിൽ തിരികെ എത്തുമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കൂടി ദുബായിലുണ്ടെങ്കിലും ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല. അതേസമയം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തില്ല. മുഖ്യമന്ത്രി തിരികെ എത്തിയതിന് പിന്നാലെ മന്ത്രിസഭായോഗം ചേർന്ന് നിയമസഭ വിളിക്കാനുള്ള ശുപാർശ ഗവർണർക്ക് കൈമാറും. ജൂൺ 10 മുതൽ ജൂലൈ അവസാനം വരെ സഭാ സമ്മേളനം ചേരാനാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ. പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് വിചാരണയ്ക്കായി ആലപ്പുഴയിൽ പ്രത്യേക കോടതി ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. 24 തിരുവനന്തപുരം. കിടപ്പ് രോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ചു മുങ്ങിയ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്പൂണിത്തുറ എരൂരിലെ ഷൺമുഖന്റെ മകൻ അജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നുച്ചയ്ക്ക് ശേഷമാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ അജിത്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വധശ്രമത്തിന് IPC 308 ചുമത്തിയാണ് കേസ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമപ്രകാരമായിരുന്നു ആദ്യ കേസ്. എന്നാൽ പിതാവിനെ ഉപേക്ഷിച്ചു പോയതോടെ മരണം വരെ സംഭവിച്ചേക്കാമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് 308 വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഷൺമുഖന്റെ മറ്റു മക്കളുടെയും നാട്ടുകാരുടെയും മൊഴികളും പോലീസ് ശേഖരിച്ചിരുന്നു. സംഭവത്തിൽ 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
24 കൊച്ചി. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.